ആയിരുന്നു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് അദ്ദേഹം ജനിച്ചത്. കരംചന്ദ് ഗാന്ധിയും പുത്ലിബായിയുമായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. 13-ാം വയസ്സിൽ അദ്ദേഹം കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം, ദണ്ഡി മാർച്ച്, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങി നിരവധി പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. മൈതാനത്ത് നടത്തിയ സമരത്തിൽ പ്രവർത്തക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി മുന്നോട്ട് വെച്ച് 1930 1918 ഗുജറാത്തിലെ കേദാ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണിത്. ഗുജറാത്തിലെ വരൾച്ചയെ തുടർന്ന് നികുതി ഇളവ് നൽകാൻ കർഷകർ ആവശ്യപ്പെട്ടു. കുറയ്ക്കുന്നതിന് പകരം കൂട്ടുകയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്തത്. ഇതിനെ തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് 2 വർഷത്തേക്കുള്ള നികുതി വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു. സമരം ഗാന്ധിയുടെ 1910 അഹമ്മദാബാദ് കുടുംബ സമരം ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നിരാഹാര സമരമാണ്. 35% വരെ വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു. സമരം തുടങ്ങി 4ാമത്തെ ദിവസം മില്ലുടമകൾ ആവശ്യം അംഗീകരിക്കുകയും ഗാന്ധി നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ സത്യാഗ്രഹം 1917 ബീഹാറിലെ ചമ്പാരനിലാണ് സത്യാഗ്രഹത്തിന് തുടക്കമായത്. നീലത്തോട്ടങ്ങളിൽ കൃഷി ചെയ്തിരുന്നവരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരായിരുന്നു സമരം. ഭക്ഷ്യവസ്തുക്കൾക്ക് പകരം നീലം കൃഷി ചെയ്യാൻ കർഷകർ നിർബന്ധിതരായി. നിസ്സാരമായ പ്രതിഫലമാണ് കർഷകർക്ക് ലഭിച്ചിരുന്നത്. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. 1917 ജൂൺ 10 ചമ്പാരൻ കാർഷിക അന്വേഷണ സമിതി രൂപീകരിച്ചതോടെ സത്യാഗ്രഹ സമരം പൂർണ്ണ വിജയം കണ്ടു. നിയമം ലംഘിച്ച് സമരം നടത്തി. സമരം വലിയ വിജയകരമായിരുന്നു. ഓരോ വീടും ഓരോ വിദ്യാലയമാണ്. മാതാപിതാക്കൾ അധ്യാപകരും പുസ്തകങ്ങൾ. കോപം അഗ്നി പോലെയാണ്, നാശമുണ്ടാക്കിയേ അടങ്ങൂ. ദുർബലമായ സ്നേഹത്താൽ നേടാനാവാത്ത ഒന്നുമില്ല. വളരെ സൗമ്യമായി തന്നെ നിങ്ങൾക്ക് ഈ ലോകം പിടിച്ചു കുളിക്കാനാവും. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്തോഷം.
തസ്നിയ. ഒരറിയിപ്പ് ഭക്ഷണം കഴിക്കാത്ത